നമസ്കാരം. ഈ വീഡിയോയിൽ അത്ഭുത പ്രവൃത്തികൾ നടത്തുന്നതിനോടുള്ള യേശുവിൻ്റെ വൈമുഖ്യം, അതിൻ്റെ അടിസ്ഥാന മർമ്മം എന്താണ് എന്നതുകൂടെ കുറച്ചുകൂടെ സ്പഷ്ടമായി വെളിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇതിനു മുൻപ് ഇതേ വിഷയത്തെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനോട് നിങ്ങളിൽ പല ആളുകളും വളരെ തൃപ്തിയായും സന്തോഷത്തോടുകൂടി പ്രതികരിച്ചു. ഈ വിഷയത്തെപ്പറ്റി ക്ലേശകരമെന്ന് വിചാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമായി വചന വെളിച്ചത്തിൽ യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്ന് അറിയിച്ചതിൽ നന്ദി. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാൻ ഞാൻ മടിച്ചതും, എന്നാൽ ഇപ്പോൾ ഉൾപ്പെടുത്തുവാനുള്ള സമയമായി അല്ലെങ്കിൽ വെളിപ്പെടുത്തുവാനുള്ള സമയമായി എന്ന് ബോധ്യപ്പെടുന്നതുമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയുടെ പരിമിതമായ ലക്ഷ്യം. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ജനങ്ങളുടെ ആശ്വാസത്തിനും സമാധാനത്തിനുമായി അവരുടെ ജീവിതത്തിലെ അരിഷ്ടത മാറ്റുന്നതിനും അവർക്ക് ആത്മാഭിമാനത്തോടുകൂടെ ജീവിക്കുന്നതിനുമുള്ള ഒരു വഴിയൊരുക്കുന്നതിന് യേശു അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിലും നോക്കൂ, ഇതാരോടും പറയരുത് എന്ന് വ്യക്തമായി അവർക്ക് നിർദ്ദേശം നൽകുന്നത്. അപ്പോൾ തീർച്ചയായും അത്ഭുത പ്രവൃത്തികൾക്ക്, അത്ഭുത രോഗശാന്തിക്ക് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള പരസ്യത്തിൻ്റെ സാധ്യതയുണ്ട്. അഡ്വർടൈസ്മെൻറ്റ് വാല്യൂ എന്ന് നമ്മൾ പറയുന്ന പോലെ എന്ന് യേശുവിന് അറിയാമായിരുന്നു. പക്ഷേ ആ പരസ്യം ആത്മീകമായി നോക്കുമ്പോൾ അപകടമാണ്. അതിലടങ്ങിയിരിക്കുന്ന മർമ്മം ആത്മീയമല്ല, അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിയാനുള്ള ആത്മീയ വിവേചന ബുദ്ധി യേശുവിനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല, ഉണ്ടായില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. എന്നാൽ അത് യേശുവിനെ അറിയാമായിരുന്നുവെങ്കിലും, യേശുവിനെ അറിയുന്നു എന്ന് 2000 വർഷമായി ആളുകൾ അവകാശപ്പെട്ടുകൊണ്ടേയിരുന്നുവെങ്കിലും, എന്തുകൊണ്ടോ ആ വലിയ പൈതൃകത്തിൻ്റെ അനന്തരാവകാശികളായ നമ്മളിൽ ഭൂരിപക്ഷം ആളുകൾക്കും അതിനെപ്പറ്റി വ്യക്തമായ അല്ലെങ്കിൽ മതിയായ വെളിച്ചമോ സ്പഷ്ടതയോ തിരിച്ചറിവോ ഇന്നും പ്രാപിക്കാനായിട്ടില്ല. ക്രിസ്തീയ സമൂഹത്തിൽ അത് നന്നേ ഇല്ല, സഭയുടെ ജീവിതത്തിൽ തീരെയുമില്ല എന്നതുകൊണ്ട് മാത്രം നാം ഇതുവരെ പ്രാപിച്ച അറിവിൻ്റെ ബോധതലങ്ങളെ അല്പം കൂടെ വികസിപ്പിക്കേണ്ടതിന് അല്പം സൂക്ഷ്മകരമായ ഒന്ന് രണ്ട് ആശയങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുമെന്നും നമുക്കൊരുമിച്ചുള്ള ഈ യാത്രയിൽ നമ്മുടെ അറിവുകൾ കൂടുതൽ സംശുദ്ധമായി തീരുകയും നമ്മുടെ വിശ്വാസ ജീവിതത്തെ വളർത്തുന്നതിന്, പുഷ്ടീകരിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുമെന്ന പ്രത്യാശയിൽ ഞാൻ ഈ കൃത്യത്തിലേക്ക് കടക്കുകയാണ്. എനിക്ക് പൊതുവായി പറയാനുള്ള മർമ്മം, പൊതുവായി വെളിപ്പെടുത്തുവാനുള്ള മർമ്മം, യേശു അത്ഭുത പ്രവൃത്തികളെ ചെയ്തുവെങ്കിലും അതല്പം പോലും പരസ്യപ്പെടുത്തുവാൻ താല്പര്യപ്പെടാഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അത് യേശുവിൻ്റെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇൻകാർണേഷണൽ പ്രിൻസിപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് വചനം ജഡമായി തീർന്ന്, വചനം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ആത്മാവ്, പരിശുദ്ധാത്മാവെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സ്, നിത്യമായ ബുദ്ധി, പരിശുദ്ധമായ ബുദ്ധി, സ്പിരിച്വൽ നോളജ്, അത് അഭൗമമായ ആധ്യാത്മിക പരിജ്ഞാനം, ട്രാൻസെൻഡൻ്റൽ സ്പിരിച്വൽ നോളജ്, അത് ജഡത്തെ ആശ്ലേഷിച്ച് ജഡവുമായി ഒന്നായി ചേർന്ന് യേശു എന്ന വ്യക്തിത്വമുണ്ടായി എന്നതാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നമുക്ക് നൽകുന്നത് എന്നേവർക്കും വളരെ വ്യക്തമായ അറിവുള്ളതാണ്.
ഞാനതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ അതാണ് ഇൻകാർണേഷണൽ പ്രിൻസിപ്പിൾ. യേശുവിൻ്റെ ദൈവപുത്രൻ മനുഷ്യപുത്രൻ എന്ന ഈ രണ്ട് വശങ്ങളുള്ള, അല്ലെങ്കിൽ രണ്ട് മുഖങ്ങളുള്ള ഈ ദൗത്യ വ്യക്തിത്വം, ദ മിഷനറി പേഴ്സണാലിറ്റി ഓഫ് ജീസസ്, പൂർണ്ണമായും മനുഷ്യൻ പൂർണ്ണമായും ദൈവം, ആ പ്രത്യേകതയുള്ള ഈ ഒരു വ്യക്തിത്വം, ചരിത്രത്തിൽ സമാനതയില്ലാത്ത ഒരു വ്യക്തിത്വം, അതിൻ്റെ മർമ്മം, ആ മർമ്മത്തിന് ഘടകവിരുദ്ധമാണ് ഈ അത്ഭുത പ്രവൃത്തികളിലുള്ള ആശ്രയം എന്നതാണ് ഞാനിപ്പോൾ അവതരിപ്പിച്ച പ്രമേയം. ഇത് മനസ്സിൽ വ്യക്തമായി കുറിക്കുന്നില്ല എങ്കിൽ, ഇത് ഈ വീഡിയോയുടെ ഈ നിമിഷം മുതൽ അവസാനം വരെ ഒരു റെഫറൻസ് പോയിൻ്റായി നാം കാക്കുന്നില്ല എങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സ്പഷ്ടതയില്ല എന്ന് തോന്നാനിടയുള്ളത് കൊണ്ട് ഞാനത് പ്രത്യേകമായി അടിവരയിട്ട് ഇപ്പോൾ ഒന്ന് കുറിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ഇത് പ്രത്യേകമായി മനസ്സിൽ കാത്തു സൂക്ഷിക്കണം. എന്താണ്? യേശുവിൻ്റെ സമാനതയില്ലാത്ത വ്യക്തിത്വം, അതായത് വചനം ജഡമായി തീർന്ന വ്യക്തിത്വം, അല്ലെങ്കിൽ വചനം ജഡമായി തീർന്നതിൽ ഉളവായ വ്യക്തിത്വത്തിൻ്റെ ആ മർമ്മത്തിന് ഘടകവിരുദ്ധമാണ് ഈ അത്ഭുത പ്രവൃത്തികളിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ജീവിത വീക്ഷണം എന്നത് ഒരുപക്ഷേ വേണ്ടത്ര സ്പഷ്ടതയോടെ നാം ഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ ആരും പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിനെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്കറിയാം, യേശുവിൻ്റെ വ്യക്തിത്വം നോക്കുമ്പോൾ അതിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന്, അത് ആത്മാവാകുന്നു. രണ്ട്, അത് ജഡമാകുന്നു. വചനം ജഡമായി തീർന്നു. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പരിമിതികളുമില്ല. മനുഷ്യർ സാധാരണ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പരിമിതികളോ നിബന്ധനകളോ, ലിമിറ്റേഷൻസ് ആൻഡ് ബൗണ്ടറീസ് ആത്മാവിനെ ബാധിക്കുന്നതല്ല. എന്നാൽ ജഡത്തെ ഇത് തീർച്ചയായും ബാധിക്കേണ്ടതാണ്. നമ്മുടെ ഭൗതികമായ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഭൗതികമായ നിയമങ്ങളാണ്. ആ നിയമങ്ങളും ദൈവം സൃഷ്ടിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ആ നിയമത്തെ കൊച്ചാക്കി കളയുവാൻ ദൈവം ശ്രമിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ സ്വഭാവവുമല്ല. ഭൗതികമായ ജീവിതം സൃഷ്ടിക്കുകയും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കിയ പ്രമാണങ്ങൾ, ഫിസിക്കൽ ലോസ്, ഭൗതികമായ നിയമങ്ങൾ, അത് ഇപ്പോൾ പ്രവർത്തിക്കണം, കുറച്ച് നേരം എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ പ്രവർത്തിച്ചു കൂടാ, എനിക്ക് ആവശ്യമുള്ളപ്പോൾ പ്രവർത്തിക്കണം, ആവശ്യമില്ലാത്തപ്പോൾ അത് ഉറങ്ങിപ്പോണം എന്ന് പറയുന്ന ഒരു കോൺട്രഡിക്റ്ററി അപ്രോച്ച് ടു ഹിസ് ഓൺ ക്രിയേഷൻ ഓഫ് ലോസ് അത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. ഗോഡ് ഈസ് കൺസിസ്റ്റൻറ്റ്. ദൈവം ഉണ്ടാക്കിയ ഒന്നിനെയും ദൈവം തുച്ഛീകരിക്കുന്നില്ല. പ്രസക്തമല്ലാത്തത് ഒന്നിനെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. ഒരു പുൽക്കൊടിയെ പോലും ദൈവം അങ്ങനെ അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ദർ ഇസ് നത്തിങ് ഡിസ്പെൻസബിൾ ഇൻ ദ എൻറ്റയർ ക്രിയേഷൻ ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ, ഭൗതിക ലോകത്തെ താങ്ങി നിർത്തുന്ന ദൈവനിർമ്മിതമായ ഈ ഭൗതിക നിയമങ്ങൾ, ഫിസിക്കൽ ലോസ്, അത് ചിലപ്പോൾ മാത്രമേ പ്രവർത്തിക്കാവൂ, ചിലപ്പോൾ പ്രവർത്തിച്ചുകൂടാ എന്ന് ദൈവം പറയുകയില്ല. അത് പറയുന്നത്, അങ്ങനെ പറയുന്നുവെന്ന് നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൽ തന്നെ ഒരു വിരോധാഭാസമാകണം എന്ന നമ്മുടെ ആ ഉത്തരവാദിത്വ ബോധമില്ലാത്ത, ആത്മീയമായ ഒരു ബോധവുമില്ലാത്ത ഒരു വ്യവസ്ഥിതി, അത് സ്വാർത്ഥതയുടെ ഉച്ചകോടിയിൽ നിന്ന്, അതുകൊണ്ടുണ്ടാകുന്ന അന്ധതയിൽ, ആത്മീയമായ അന്ധതയിൽ നിന്ന് മാത്രമേ നമുക്കങ്ങനെ പ്രതീക്ഷിക്കുവാനും അങ്ങനെ തന്നെ ആകണമെന്ന് ദൈവത്തെ നിർബന്ധിക്കുവാനും നമുക്കിടയാകുകയുള്ളൂ, സാധിക്കുകയുള്ളൂ. ഇത് നാം ദൈവത്തോട് കാണിക്കുന്ന അനീതിയാണ് എന്ന് യേശുവിന് അറിയാമായിരുന്നു. രണ്ടാമത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ദൈവപുത്രൻ മനുഷ്യപുത്രനായി കഴിഞ്ഞാൽ അവൻ പിന്നെ പ്രവർത്തിക്കേണ്ടത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന നിയമങ്ങൾ, അതിന് സയൻസിൽ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയും. ഉദാഹരണമായിട്ട്,
യേശു അഭിമുഖീകരിച്ച രണ്ടാമത്തെ പരീക്ഷയിൽ സാത്താൻ യേശുവിനെ യഹൂദ ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തി അവിടെ നിന്ന് താഴേക്ക് ചാടുവാൻ പറഞ്ഞു. കാരണം അങ്ങനെ ചാടിയാൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിൻ്റെ കാല കല്ലിന്മേൽ തട്ടാതെ വണ്ണം നിന്നെ സൂക്ഷിക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കും. നീ ദൈവപുത്രനെങ്കിൽ നീ അതൊന്ന് തെളിയിക്കും എന്നാണല്ലോ പറയുന്നത്. അതെന്താണ്? മേളിൽ നിന്ന് താഴോട്ട് ചാടിയാൽ വീണ് നടുവൊടിയും അല്ലെങ്കിൽ കൊങ്ങായ ഒടിയും എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ചത്തുപോകും എന്നത് പ്രകൃതിയുടെ നിയമമാണ്. ഇപ്പോൾ ദൈവപുത്രൻ ദൈവപുത്രനായിട്ട് മാത്രം ഇരിക്കുന്നു, സ്പിരിറ്റ് സ്പിരിറ്റായിട്ട് മാത്രം ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. കാരണം സ്പിരിറ്റിനെ ബാധിക്കുന്ന നിയമങ്ങളില്ല. ഭൗതികമായ നിയമങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല. ഇപ്പോൾ ആത്മാവ് മുകളിൽ നിന്ന് ചാടിയാൽ നിലത്ത് വീണ് കൈയൊടിയും അല്ല കഴുത്തൊടിയും എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എന്നാൽ ശരീരം അവിടെ നിന്ന് ചാടിയാൽ വീണാൽ മരണം സംഭവിക്കും, അല്ലെങ്കിൽ കാര്യമായ കേടുപറ്റും എന്നത് നിയമമാണ്. ആ നിയമത്തെ സൃഷ്ടിച്ചത് മനുഷ്യരുമല്ല, സാത്താനുമല്ല, അത് സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. ദൈവം സൃഷ്ടിച്ചതിന് ദൈവം കൊച്ചാക്കുകയില്ല, തുച്ഛീകരിക്കുകയില്ല, അപ്രസക്തമാക്കുകയില്ല. ഇത് വളരെ വ്യക്തമായി നാം ധരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ പരിമിതി കൊണ്ട് മനുഷ്യൻ എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം, അത്ഭുതം പ്രവർത്തിക്കുന്നവരെ ദൈവങ്ങളായി കാണുവാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ എപ്പോഴും വസിക്കുന്നത് അവൻ്റെ ജീവിതം ഭൗതികമായ നിയമങ്ങൾക്ക് അടിമയായിട്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സബ്ജക്റ്റ് ടു ദ ലോസ് ഓഫ് നേച്ചർ, ബാധകമാണ്. ഈ ഭൗതികമായ നിയമങ്ങൾ മനുഷ്യൻ്റെ ഈ ശാരീരിക ഭൗതിക ജീവിതത്തിന് 100% ബാധകമാണ്. അതിൽ നിന്ന് ഒന്നിലും അവന് ഒഴിഞ്ഞു മാറി നിൽപ്പാൻ സാധ്യമല്ല എന്നത് അവനെ എപ്പോഴും അലട്ടുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ലോക യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ ലോക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോവുക എന്നത് എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു പരീക്ഷ, ഒരു ടെംപ്റ്റേഷൻ തന്നെയാണ്. എന്നാൽ ഇതിനോട് രണ്ട് വിധത്തിൽ നമുക്ക് സമീപിക്കാൻ സാധിക്കും. നാം നമ്മുടെ ദൈവദത്തമായ കഴിവുകൾ വികസിപ്പിച്ചെടുത്താൽ നമ്മുടെ ഇഹലോക ജീവിതത്തെ പരിമിതപ്പെടുത്തുന്ന പല ഘടകങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ദാരിദ്ര്യം. നമുക്കുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുത്താൽ പട്ടിണിയിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആ തുച്ഛമായ അവസ്ഥ, അതിനെ അതിജീവിക്കാൻ വളർച്ചയിലൂടെ നമുക്ക് സാധിക്കും. അങ്ങനെ പലവിധമായ ഇപ്പോൾ ആരോഗ്യം തന്നെ എടുത്താൽ അത്ഭുത രോഗശാന്തി തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ആരോഗ്യത്തെ വേണ്ടതുപോലെ പരിരക്ഷിച്ച് ആരോഗ്യമുള്ള ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഘടകങ്ങൾ എന്താണ്? വ്യായാമം വേണം, മിതമായ ഭക്ഷണം വേണം, ശരീരത്തെയും മനസ്സിനെയും അബ്യൂസ് ചെയ്യരുത്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അധ്വാനിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി കരുതണം, മനസ്സ് ശുദ്ധമായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ പല രോഗങ്ങളും വരാതെ നമുക്ക് ജീവിക്കാൻ കഴിയും. എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ ഒരു ദിവസം ജീവിച്ച് എന്തെങ്കിലും അപകടം വന്നുകൊണ്ടേയിരിക്കുമ്പോൾ അത്ഭുതം കൊണ്ട് എന്നെ സൗഖ്യമാക്കി തരണേ എന്ന് പറഞ്ഞാൽ ദൈവം അത് ശ്രമിക്കുകയില്ല. പിന്നെ ശ്രമിക്കുമെന്ന് പറയുന്ന ചില ആൾദൈവങ്ങളുണ്ട്. അവർ കാട്ടുകള്ളന്മാരാണ്. നിങ്ങളുടെ പോക്കറ്റ് മാത്രം നോക്കിയിരിക്കുന്ന കാട്ടുകൾ അവരുടെ കയ്യിൽ പോയി വീഴാമെന്നല്ലാതെ ഇതിന് യാതൊരു പോംവഴിയും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സത്യമായി ഞാൻ അറിഞ്ഞ സുവിശേഷത്തിൻ്റെയും വേദപുസ്തകത്തെ ആകമാനം പരിഗണിച്ച അതിൽ കൂടെ പ്രാപിച്ച തിരിച്ചറിവിനെയും ആസ്പദമാക്കി മാത്രം ഞാൻ പറയുകയാണ്, അപ്രകാരമുള്ളൊരു പ്രതീക്ഷ മാനിക്കുന്ന ദൈവത്തെ ഞാൻ വേദപുസ്തകത്തിലോ പ്രത്യേകിച്ച് യേശുവിൻ്റെ ദർശനത്തിലോ കാണുന്നില്ല. ഇതാണ് സത്യം. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറയുകയാണ്. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം നാം അപകടത്തിൽ പോയി വഞ്ചിക്കപ്പെട്ട് നാം വെറും പിണ്ണാക്കുകളായി അധപ്പതിച്ചു കൊണ്ടേയിരിക്കും. അതിപ്പോൾ വ്യാപകമായി സംഭവിച്ചു കൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ്
അവിടെയും ഇവിടെയും പോയി കൃപാസനത്തിലെ മാതാവെന്നും അവിടുത്തെ ഹെവൻലി ഫീസ്റ്റ് എന്നും ഇവിടുത്തെ സജീത്ത് പാസ്റ്റർ എന്നും അപ്പുറത്തെ കോനാരെന്നും പറഞ്ഞ ആളുകൾ തലച്ചോറ് ചാണകം പോലെ കൊണ്ട് നടക്കുകയാണ്. ഇത് കാണുമ്പോൾ വാസ്തവത്തിൽ ചങ്ക് പൊളിഞ്ഞു പോവുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത്ഭുതം കൊണ്ട് മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കാവൂ എന്ന് പറയുന്നത് ശരിയല്ല. എന്നാൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ദൈവമാണ്, സംശയമില്ല. പക്ഷേ അതിന് തക്കതായ സാഹചര്യമാണ്. നമുക്കറിയാം, യഹൂദ ജനം ഇസ്രായേലിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് വിടുവിച്ച് അവർ കനാൻ ദേശത്തേക്ക് യാത്രയാകുമ്പോൾ മരുഭൂമി പ്രയാണത്തിൽ അവർക്ക് കൃഷി ചെയ്ത് അവിടെ ആഹാരം ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർക്ക് ആകാശത്തിൽ നിന്ന് ദൈവം മന്ന കൊടുത്തു എന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ അവർ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയും അവിടെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ആ മന്ന നിന്നുപോയി എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയേണ്ട കാര്യം, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളെ നാം ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അങ്ങനെയുള്ള അവഗണന കൊണ്ട് നാം വരുത്തി വെക്കുന്ന വെറുപ്പുമുട്ടിൽ നിന്ന്, പ്രയാസത്തിൽ നിന്ന്, അനാരോഗ്യത്തിൽ നിന്ന്, പട്ടിണിയിൽ നിന്ന്, ക്ഷാമത്തിൽ നിന്ന്, മാനഹാനിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഇറങ്ങി വരികയില്ല. സത്യം സത്യം സത്യം. അങ്ങനെ ആരെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവൻ കാട്ടുകള്ളനാണ്. സത്യം സത്യം സത്യം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അത്ഭുതം 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 അതിനുവേണ്ടി മനുഷ്യൻ ഇങ്ങനെ ക്യൂ നിൽക്കുന്നത്, അല്ലെങ്കിൽ വാലിൽ തീ കത്തി ഓടി നടക്കുന്നത് അവൻ്റെ പരിമിതിയെപ്പറ്റിയുള്ള അവൻ്റെ ശ്വാസം മുട്ടൽ കൊണ്ടാണ്. എന്നാൽ ഈ പരിമിതി നമ്മുടെ ഇഹലോക ഭൗതിക ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. ഇറ്റ്സ് എൻ ഇനവിറ്റബിൾ പാർട്ട് ഓഫ് അവർ എർത്ത്ലി എക്സിസ്റ്റൻസ്. അതുമായി ബന്ധപ്പെട്ട് മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. വെള്ളത്തിൻ്റെ പുറത്ത് എനിക്ക് നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് വള്ളമുണ്ടാക്കി അങ്ങ് സഞ്ചരിച്ചാൽ മതി. ആകാശത്തിൽ പറവകളെപ്പോലെ എനിക്ക് പറക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് വിമാനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അങ്ങനെ സഞ്ചരിച്ചാൽ മതി. അപ്പോൾ അത്ഭുതം അത്ഭുതം എന്ന് പറയുമ്പോൾ അത് ദൈവനിർമ്മിതവും ദൈവസ്ഥാപിതവുമായ പ്രകൃതിയുടെ നിയമങ്ങളെ കൊച്ചാക്കുന്ന ഒരു പരിപാടിക്കും ആത്മീയമായ സാധുതയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനിയും യേശുവിനെ ആളുകൾ സമീപിക്കുകയും രണ്ട് തരത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, പരാധീനതകൾ, വഹിക്കാനാവാത്ത ഭാരം പേറിക്കൊണ്ട് ആശ്വാസത്തിനു വേണ്ടി യേശുവിൻ്റെ അടുത്ത് സമീപിക്കുന്നവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി രോഗശാന്തി നൽകുന്നുണ്ട്, അത്ഭുത രോഗശാന്തി നൽകുന്നുണ്ട്. അത് യഥാർത്ഥമാണെന്ന് ഞാൻ അച്ചട്ടായി വിശ്വസിക്കുന്നു. എനിക്കതിനെപ്പറ്റി ലേശവും സംശയമില്ല. എന്നിട്ട് അതേ യേശു പരീശന്മാരും ശാസ്ത്രിമാരും അവനെ സമീപിച്ച് ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഒരടയാളം കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ അവരെ വളരെ രൂക്ഷമായ ഭാഷയിൽ ശകാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. നമ്മുടെയൊക്കെ ധാരണ അത്ഭുതങ്ങൾ നടന്നാൽ വിശ്വാസം വർദ്ധിക്കുമെന്നാണ്. യേശു അങ്ങനെയല്ല മനസ്സിലാക്കിയത്. എവിടെയൊക്കെ മനുഷ്യൻ അത്ഭുതത്തെ ആശ്രയിക്കുന്നു അവിടെയൊക്കെ വിശ്വാസം നശിച്ചു പോകുമെന്ന് തന്നെയാണ് യേശു മനസ്സിലാക്കിയത്. അത് തന്നെയാണ് യേശു അവരോട് പറഞ്ഞത്. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയാണ് ഈ അടയാളങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതെന്നാണ് അവരോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് സുവിശേഷത്തിൽ കാണാവുന്നതാണ്. ഉണ്ടാക്കി പറയുന്നതല്ലെന്ന് വളരെ പ്രകടമാണല്ലോ. അപ്പോൾ ഇത് നാം മനസ്സിലാക്കുക. ഇനിയും അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ചിന്തിക്കാം. അപ്പോൾ ഈശോയെ സംബന്ധിച്ചിടത്തോളം താൻ ദൈവപുത്രനാണ്, മനുഷ്യപുത്രനാണ്. മനുഷ്യപുത്രനാകുമ്പോൾ നമ്മെ പോലെയാണ്. ദൈവപുത്രനാകുമ്പോൾ നമ്മിൽ ഉള്ള ലിമിറ്റേഷൻസ്, ദി ഫൈനൈറ്റ്നെസ്, അതായത് പരിമിതമായ മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്ന് അതീതമായി വസിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു യേശുവിൻ്റേത്. എന്നാൽ അതേസമയം തന്നെ യേശു ഇൻകാർണേഷൻ എന്ന് പറയുന്നത്, അതായത് വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവൻ, ആ അവസ്ഥയിൽ നിന്ന് മാത്രമേ ലോകത്തിൽ രക്ഷണ്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമാകുകയുള്ളൂ. കാരണം മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യ അവസ്ഥയോട് പരിപൂർണമായ താതാത്മ്യം പ്രാപിക്കാതെ മനുഷ്യർക്ക് നന്മ വരുന്ന ഒരു ആത്മീയ ശുശ്രൂഷയും ചെയ്യുവാൻ സാധ്യമല്ല. ദൈവം ദൈവമായി മാത്രം ഇരുന്നുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയെ മാറ്റി
അല്ലെങ്കിൽ അതിന് വിടുതൽ നൽകുവാൻ ഉള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സമീപനം ദൈവം അവലംബിക്കുന്നില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. എന്തുകൊണ്ടങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾ ദൈവത്തോട് ചോദിക്കേണ്ടി വരും. ദൈവം തിരഞ്ഞെടുത്ത പാത എന്താണ്? പുത്രനായ ദൈവത്തെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ മുഖാന്തരം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനത്തെ ദൈവത്തോട് നിരപ്പാക്കി ആക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക, അങ്ങനെ ലോകത്തെ ഉദ്ധരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ദൈവികമായ മർമ്മമായ സ്പിരിറ്റ്, ആത്മാവ്, ഞാൻ പറഞ്ഞു ആത്മാവിന് യാതൊരു ലിമിറ്റേഷനുമില്ല. ആത്മാവിന് ഏത് അത്ഭുതവും പ്രവർത്തിക്കാം. കാരണം ഭൗതികമായ നിയമത്തിന് അതീതമായി വർത്തിക്കുന്ന ഒരു മർമ്മത്തിന്, ഒരു ശക്തിക്ക് ചെയ്യാൻ വയ്യാത്ത ഒരു കാര്യവുമില്ല. എന്നാൽ അതേസമയം തന്നെ അങ്ങനെ ആ തലത്തിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആത്മാവും ജഡവും തമ്മിലുള്ള ബന്ധം, അതാണ് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ അന്തസത്ത, ദ ക്വിൻറ്റസെൻസ് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദി വൺനെസ് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദ ഫ്ലെഷ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതിന് ഘടകവിരുദ്ധമാണ് ഈ തത്വം. അതായത് ആത്മാവിന് മാത്രം നിരുപാധികമായി നിർവഹിക്കാവുന്ന കാര്യങ്ങൾ ആത്മാവ് ജഡമായി തീർന്ന ശേഷം അതുപോലെ നിർവഹിക്കണമെന്ന് പറയുമ്പോൾ ആത്മാവ് എന്തായിത്തീർന്നുവോ, വചനം എന്തായിത്തീർന്നുവോ അതിനെ നീ ഉപേക്ഷിക്കണം എന്നതിനകത്തെ അർത്ഥം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അത്ഭുതം പ്രവർത്തിക്കണം, അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ദൈവം നിർമ്മിച്ച നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ വിധം യേശുവിൻ്റെ വ്യക്തിത്വത്തെ നിഷ്പ്രഭമാക്കുന്നതാണ്, യേശുവിൻ്റെ വ്യക്തിത്വത്തെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് എ ബ്ലേറ്റൻറ്റ് കോൺട്രഡിക്ഷൻ ഓഫ് ദ ഇൻകാർണേഷണൽ പേഴ്സണാലിറ്റി ഓഫ് ജീസസ്. യേശു അത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ദുരിതവും പ്രയാസവും നീക്കുന്നതിന് വേണ്ടി യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും 4 സുവിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധ വഹിച്ച് വായിക്കൂ. ഒരു അവസരത്തിൽ പോലും തൻ്റെ ക്ഷീണമോ കഷ്ടമോ ക്ലേശമോ കഷ്ടപ്പാടോ ഇല്ലാതാക്കുന്നതിന് യേശു ഒരു അത്ഭുതം ചെയ്തതായി നാം കാണുന്നില്ല. താൻ ക്രൂശിൽ കിടന്നപ്പോൾ അവനെ കളിയാക്കിക്കൊണ്ട് ചുറ്റും നിന്ന ആളുകൾ പറഞ്ഞു, നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ നടന്നല്ലോ, എന്നാൽ നിന്നെ ഒന്ന് രക്ഷിച്ച് കാണിക്കുക, നീ ക്രൂശിൽ നിന്ന് ഇറങ്ങിക്കാണിക്കുക, നിന്നെക്കൊണ്ട് ഒക്കുമല്ലോ ഒന്ന് കാണിക്കുക എന്ന് പറഞ്ഞില്ല. യേശുവിനെ കൊണ്ട് ഒക്കുമായിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ യേശു അത് ചെയ്തില്ല. എന്തുകൊണ്ട്? ആ അത്ഭുതത്തെ അന്ത്യനിമിഷത്തിൽ പോലും. ഇപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അത്ഭുതം ചെയ്യാനുള്ളത് മാത്രമാണ് പരീക്ഷ, മറ്റ് യാതൊരു പരീക്ഷയല്ല. പാപം ചെയ്യാനായിട്ട് സാത്താൻ യേശുവിനോട് പറഞ്ഞില്ല. ഒരു പാപവും ചെയ്യാൻ സാത്താൻ യേശുവിനോട് പറഞ്ഞില്ല. സാത്താൻ യേശുവിനോട് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും യേശുവിനോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നീ അത്ഭുതം ചെയ്യുക, നീ അത്ഭുതം ചെയ്തത്, നീ ദൈവത്തിൻ്റെ മകനാണല്ലോ, ഒന്ന് കാണിച്ചതാ, നിന്നെ കൊണ്ടൊക്കാത്തത് വല്ലതും ഉണ്ടോ? അപ്പോൾ ഇവിടെ ആദ്യമേ സുവിശേഷത്തിൻ്റെ ആദ്യമേ നമ്മെ അറിയിക്കുന്ന തത്വം ദയവായി മനസ്സിലാക്കുക. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ആഗ്രഹിക്കുക എന്നത് പൈശാചികമായ ഒരു പ്രവണതയാണ്, പൈശാചികമായ സമീപനമാണ്, പൈശാചിക തന്ത്രമാണ്. ഇതിൽ പ്രവർത്തിക്കുന്നത് പൈശാചികമായ പരിഗണന മാത്രമാണ് എന്ന വ്യക്തമായ ഒരു താക്കീതോടുകൂടെയാണ് സുവിശേഷം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടോ ക്രിസ്ത്യാനി ഇത് മനസ്സിലാക്കാൻ മടിക്കുന്നു. ദയവായി ഇത് നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ മാത്രമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. സാത്താനും അതിന് കഴിവുണ്ട്. സാത്താന ശക്തികൾക്കും ഈ പ്രകൃതിയുടെ നിയമത്തെ കവച്ചു വെച്ച് അവയും സ്പിരിറ്റ്സ് ആകയാൽ അവർക്ക് ജഡമില്ലാത്തത് കൊണ്ട്, ഭൗതികമായ നിയമങ്ങൾ അവരെ ബാധിക്കാത്തത് കൊണ്ട് അവർക്കും ഇപ്രകാരമുള്ള അത്ഭുത ക്രിയകൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് അത്ഭുതം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടെന്ന് ആരും കണക്കാക്കരുത്. ആരെങ്കിലും അത്ഭുത പ്രവൃത്തി ചെയ്ത് അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്നുവോ, ജനങ്ങളെ വഞ്ചിക്കുന്നുവോ, അത് പരസ്യമായി ഉപയോഗിക്കുന്നുവോ, നിങ്ങൾ അപ്പോൾ വിചാരിച്ചോളണം ഇവൻ പൈശാചിക ശക്തിയുടെ കേന്ദ്രമാണ്.
അല്ലാതെ മറ്റൊരു സാധ്യതയും അവിടെയില്ല. ഇത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 500 വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു നാടകം, ക്രിസ്റ്റഫർ മാർലോ എഴുതിയ ഡോക്ടർ ഫൗസ്റ്റസ് എന്ന് പറയുന്ന നാടകത്തിൽ അതിൻ്റെ പ്രമേയം എന്താണ്? അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടറായ ഡോക്ടർ ഫൗസ്റ്റസ് വളരെ വിദഗ്ധനായ അറിവിൻ്റെ മകുടമായ ഒരു വലിയ പ്രഭയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, മാനുഷികമായ എൻ്റെ പരിമിതികൾ എനിക്ക് സ്വീകരിക്കാൻ വയ്യ, അതിനപ്പുറത്ത് എനിക്ക് കിടക്കണം. ഒരു രാജാവായാൽ പോലും, ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിയായാൽ പോലും പരിമിതികളുണ്ട്. എന്നാൽ ഈ പരിമിതികളെ അതിജീവിക്കുന്ന ഒരു സ്റ്റേജിൽ എനിക്ക് എത്തണം. അതെങ്ങനെ എത്താൻ കഴിയും? അതിന് ഞാൻ പൈശാചിക ശക്തികളുടെ കൂട്ടുപിടിക്കും. ഡെമണോളജി, ദ സയൻസ് ഓഫ് ഇൻഫ്ലുവൻസിങ് ഡീമൺസ്. അപ്പോൾ ഡോക്ടർ ഫൗസ്റ്റസ് ഇത് പഠിക്കാൻ തുടങ്ങി. എങ്ങനെ ഈ പിശാചിനെ പ്രീതിപ്പെടുത്തി അല്ലെങ്കിൽ പിശാചിനെ നിയന്ത്രിക്കത്തക്ക മാന്ത്രിക ശക്തി ആർജിക്കാൻ കഴിയും. ഇതിൽ വലിയ ഗവേഷണം ചെയ്ത് വലിയ നൈപുണ്യമൊക്കെ പ്രാപിച്ച് അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങി. He became the greatest practitioner of demonology. അങ്ങനെ ഭൗതികമായ പരിമിതികൾ വിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഡോക്ടർ ഫൗസ്റ്റസ് ഇവിടെ നിൽക്കുന്നെങ്കിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് റൂമിലെത്തണം. ആ റൂമിലെത്തി. അവിടെ നിന്ന് എനിക്ക് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് കയറി കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കണം, അവിടെ ആകുമ്പോൾ നല്ല രസമാണ് എന്ന് പറഞ്ഞ് അവിടെ എത്തി. എനിക്ക് കാലിഫോർണിയയിലെ മുന്തിരി കഴിക്കണം. ഞാൻ ഇപ്പോൾ പെണ്ണമ്മ മുക്കിലാണ് നിൽക്കുന്നത്, പക്ഷേ എനിക്ക് കാലിഫോർണിയയിലെ മുന്തിരിങ്ങ കഴിക്കണം എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങ അവിടെ വന്നു. അങ്ങനെയുള്ള കലാവിരുതുകൾ നടക്കും. പക്ഷേ അവസാനം എന്തു പറ്റി? അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യ സഫേർഡ് ഇറ്റേണൽ ഡാമിനേഷൻ. അപ്പോൾ ആ ഒരു വഴി, ഇറ്റ്സ് എൻ ആൻറ്റി ലൈഫ് ചോയ്സ് എന്നതാണ് ആ വലിയ നാടകത്തിന്, വളരെ പ്രസിദ്ധമായ നാടകത്തിൻ്റെ പ്രമേയം. അവസാനം ഡോക്ടർ ഫൗസ്റ്റസ് ആ നാടകത്തിൽ, ആ കഥയിൽ മരിക്കുമ്പോൾ എന്താണ്, അവൻ ഈ കല പഠിക്കുന്നതിന് വേണ്ടി, ഈ ഡെമനോളജി പ്രാക്ടീസ് ചെയ്യുന്ന, മന്ത്രവാദം പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി ആ കല പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങൾ അവൻ വലിച്ചെറിയുകയാണ്. ലെറ്റ് ദീസ് ബുക്സ് ബി ഡാംഡ്. അന്ന് രാത്രി സാത്താന്യ ശക്തികൾ വന്ന ഡോക്ടർ ഫൗസ്റ്റസിൻ്റെ ശരീരം പിച്ച് ചീന്തി കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ഇത് അവസാനിക്കുന്നത്. അങ്ങനെ മാത്രമേ ഇത് അവസാനിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ പേരിൽ ഈ സാത്താന്യ വേലയിറക്കൽ, വേലത്തരം കൊണ്ട് ആളുകളെ കളിപ്പിച്ച് കോടികളുണ്ടാക്കുന്ന നികൃഷ്ടരായ ക്രിസ്തീയ മുഖം മൂടിയിട്ട് നടക്കുന്ന കാട്ടുകള്ളന്മാരെ, നിങ്ങളുടെ അവസ്ഥയോർത്ത് നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളുടെ ചെയ്തികളുടെ സ്വഭാവം നിങ്ങളെ പിടിച്ച് ചീറുന്ന നാളുകൾ അധികം ദൂരമല്ല. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് നാം കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാട്ടുകള്ളന്മാരുടെ പുറകെ ഓടുന്ന അന്ധവിശ്വാസികളായുള്ള, ബുദ്ധിയില്ലാത്ത, പ്രജ്ഞയില്ലാത്ത വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളല്ല എന്ന് തിരിച്ചറിയുവിൻ. നിങ്ങൾ പിശാചിൻ്റെ പുറകെ ഓടുന്നവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുവിൻ. ദൈവം നമുക്കേവർക്കും ആവശ്യമായ താലന്തുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അവയെ ഉപയോഗിച്ച്, വേണ്ടതുപോലെ കാര്യക്ഷമമായി ഉപയോഗിച്ച് വളർത്തി വിപുലീകരിച്ച് അടിക്കടി സാധ്യമാകുന്ന അനുഗ്രഹത്തിലേക്കും ആത്മീയവും വ്യക്തിത്വപരവുമായ വളർച്ച പ്രാപിച്ച് അതിൻ്റെ സന്തോഷത്തിൽ വസിക്കുന്നതിന് പകരം നാം ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരുടെ പുറകെ ഓടി നടക്കുകയും, അത് മാതാവിൻ്റെ പേരിലും ഈ പണി ചെയ്യുന്നുണ്ട്. കൃപാസനം എന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റി ഒരു വാക്ക് പറഞ്ഞാൽ 1000 പേര് എന്നെ തല്ലാൻ വരും. കാരണം പിശാച് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാതാവിനെ കൊണ്ടിരുത്തിയത് കൊണ്ട് പിശാച് അല്ല അവിടെ പ്രവർത്തിക്കുന്നത് എന്ന് യാതൊരു മർമ്മവുമില്ല. അങ്ങനൊരു നിയമമില്ല. പിശാചിന് വേദപുസ്തകം ഉപയോഗിക്കാനറിയാം, പിശാചിന് മാതാവിനെ ഉപയോഗിക്കാനറിയാം. അങ്ങനെ മാതാവിനെ ഉപയോഗിച്ചാൽ നല്ല ലാഭം ഉണ്ടാക്കാമെന്ന് ജോസഫച്ചന് നല്ല ഭാഷയിൽ വിശദീകരിച്ചു കൊടുക്കാനും സാത്താനറിയാം. ഈ പ്രവർത്തനം എല്ലാം ഫലമൊന്നാണ്. ഇത് ചെന്ന് അഗാധമായ കുഴിയിലാണ് വീഴുന്നത്. അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമുണ്ടാകും. ഇതുകൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല എന്ന് തിരിച്ചറിയുവിൻ.
ഇങ്ങനെയുള്ള പലവിധമായ പരിഗണന കൊണ്ടാണ് യേശു ഈ അത്ഭുത പ്രവൃത്തികൾ, അത്ഭുത രോഗശാന്തി ഇവയെപ്പറ്റി വളരെ വളരെ അറച്ച് മടുത്ത് ഒരിക്കലും അതൊരു പരസ്യത്തിൻ്റെ മേഖലയിലെങ്കിലും ആയിപ്പോകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ കർശനമായ ഒരു നിലപാടെടുത്തത്. ഇത് കുറച്ചുകൂടെ വ്യക്തമായി ഞാൻ കരുതുകയാണ്. ഇതിലേതെങ്കിലും കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വേണമെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ ദയവായി അതെന്നെ അറിയിക്കുക. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചും അന്വേഷിച്ചും അടിക്കടി കൂടുതൽ സ്പഷ്ടത പ്രാപിക്കുന്നവരായി, അതുകൊണ്ട് തന്നെ സത്യത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ നിലപാട് എല്ലാ കാര്യങ്ങളിലും അനുവർത്തിക്കുവാനും നിലനിർത്തുവാനും കഴിവുള്ളവരായി വളർന്നു വരുവാൻ ഈ നമ്മുടെ കൂട്ടായ്മയിൽ കൂടെ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയിൽ ഇതേവരുടെയും പരിഗണനയ്ക്കായി ഞാൻ സമർപ്പിച്ചുകൊള്ളും.